ശശികല അമ്മച്ചി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതിന് നന്ദഗോവിന്ദം ഭജൻസിനെതിരെയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആരും വലിയ മൈൻഡൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. ചൂട് കൂടുതലായതുകൊണ്ട് പാമ്പുകളും മാളത്തിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് ഒരു വാർത്ത കണ്ടിരുന്നു, അതിന്റെയാണ്. ഇവരിങ്ങനെ പറഞ്ഞതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നണില്ല. പക്ഷെ വേറെ കുറെ ടീമുകളുണ്ട് ഇതും പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്നത് കാണുമ്പോഴാണ്. കേരളത്തിലെ നമ്പർ 1 ഭജൻ ടീമായ നന്ദഗോവിന്ദൻ ടീം ഒരു ക്ഷേത്രത്തിലെ പരിപാടിക്ക് ഒരു ക്രിസ്തീയ ഗാനം പാടിയതാണ് ഇവർക്ക് ഇത്ര പൊള്ളാൻ കാരണം. അതിന്റെ താഴെ വന്ന കമന്റുകൾ ഒന്ന് കാണേണ്ടതാണ്. ക്രിസ്ത്യൻ പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനം പാടുമോ, മുസ്ലിം പള്ളിയിൽ ഹിന്ദു ഭക്തിഗാനം പാടാൻ സമ്മതിക്കുമോ, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എടോ, പാടാതിരിക്കാൻ ഇത് UP-യോ ഗുജറാത്തോ ഒന്നുമല്ല, ഇത് കേരളമാണ്. ഇവിടെ ഇതൊക്കെ സ്ഥിരം കാഴ്ചകളാണ്. ക്രിസ്ത്യൻ പള്ളിയിൽ പാടുമോ എന്നല്ലേ ചോദിച്ചത്? ഇതാ കണ്ടോ. പള്ളിക്കെട്ട് കല്ലും മുള്ളും പള്ളിക്കെട്ട് പാടുന്നത് മാത്രമല്ല, ഒപ്പം ഡാൻസും കളിക്കും. ഇനി അടുത്തത് മുസ്ലിം പള്ളിയിൽ ചെയ്യുമോ എന്നല്ലേ ചോദിച്ചത്? ഇതാ കണ്ടോ, അയ്യപ്പന്റെ പാട്ടിട്ട് പള്ളി നേർച്ചയിൽ ദഫ് കളിക്കുന്നത്. തട്ടി തട്ടി തക്കിടതക്കം തട്ടി തട്ടി തഞ്ചി നെഞ്ചുടുക്ക് നീ ആരാധനയ്ക്ക് സ്വഭാവത്തിലൊന്ന് തൊഴുതുമടങ്ങാൻ ഇതൊക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ തകർക്കാൻ പല വിഷയങ്ങളും ശ്രമിക്കും, പക്ഷെ അതിലൊന്നും ഈ നാട് തകരില്ല. യേശുദാസ് ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുന്ന മതസൗഹാർദ്ദത്തിന്റെ മണ്ണിലാണ് ശശികലയെ പോലെയുള്ളവരുടെ റോളുകളി. നന്ദഗോവിന്ദൻ ഭജൻസ്, നിങ്ങൾ ഇതൊന്നും കണ്ട് തളരരുത്. നിങ്ങളുടെ പാട്ടും ഭജനയും ഇഷ്ടപ്പെടുന്ന അനേകായിരം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവിടെയുണ്ട്. നിങ്ങൾ ആ ക്രിസ്തീയ ഗാനം പാടിയപ്പോൾ ആ വേദിയിലിരുന്ന് കൈയടിച്ച മനുഷ്യരില്ലേ, അതാണ് കേരളത്തിന്റെ യഥാർത്ഥ സ്റ്റോറി, ദ റിയൽ കേരള സ്റ്റോറി.